വീട്ടിൽ അവൾക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് തോന്നുന്നു. രജനി ദേഷ്യം വീണ്ടും ഉയർന്നു. ഇവനൊരു കാട്ടാളനാ. ആ അനിതയോ അവൾക്ക് അവളുടെ സ്വന്തം കാര്യം മാത്രം മതി. ആ രണ്ടുപേർക്കുമിടയിൽ ആ കുഞ്ഞ് എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ സങ്കടമാ വരുന്നത്. അവൾ പറഞ്ഞു തീർത്തതും മുറിയാകെ നിശബ്ദമായി. സന്ധ്യാനേരത്ത് വീടുമുന്നിൽ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടതും അജയൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അതേസമയം ബൈക്ക് മുറ്റത്തേക്ക് വന്നു നിന്നു. പിന്നിലിരുന്ന രേവതി സന്തോഷത്തോടെ ഇറങ്ങി. ഹെൽമെറ്റ് അയച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു നിന്ന ആ യുവാവിനെ കണ്ടാൽ തന്നെ മനസ്സിലാകും രേവതിയേക്കാൾ പ്രായത്തിൽ ഇളയവനാണെന്ന്. താങ്ക്സ് സിത്തു. രേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചതിന്. സിത്തു കളിയായി പുരികമുയർത്തി. അപ്പോ എന്നെ വിശ്വാസമില്ലാതെയാണോ എൻ്റെ ബൈക്കിൽ കയറിയത്? രേവതി ചിരിച്ചുകൊണ്ട് അല്ലെന്ന് തലയാട്ടി. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ച് പോയേനടാ. പിന്നെ വിശ്വാസമുള്ളതുകൊണ്ടാ നിന്റെ കൂടെ വന്നത് തന്നെ ഞാൻ. സിത്തുവിൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ഈയൊരു വാക്ക് മതി ഇന്നത്തെ ദിവസം എന്നെ ഹാപ്പിയാക്കാൻ. രേവതി ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ഒന്ന് തട്ടി. അധികം ഡയലോഗൊന്നും നീ അടിക്കേണ്ട. ഡയലോഗടാ മാഡം, സത്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, ഇനി സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തണം. ഓർഡർ അനുസരിക്കും. വീട്ടിലെത്തിയാൽ ഒരു മെസ്സേജെങ്കിലും മറക്കരുത്. യെസ് മാഡം. അത് കേട്ട് രേവതി പൊട്ടിച്ചിരിച്ചു. ഒരു നിമിഷം കൂടി അവനെ നോക്കി നിന്ന ശേഷം അവൾ പതിയെ വീടിനുള്ളിലേക്ക് നടന്നു. സിദ്ധേഷിനെ നോക്കി രേവതി ചിരിച്ചു. നീ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ലെന്ന് തോന്നുന്നു. അത് കേട്ട് സിദ്ധേഷ് നാടകീയമായി ഒന്ന് നെടുവീർപ്പിട്ടു. പിന്നെ എന്ത് ചെയ്യാനാ മാഡം, ഇത്രയും സുന്ദരിയായ പെൺകുട്ടി എൻ്റെ ബൈക്കിൽ കയറിയാൽ ഞങ്ങളെപ്പോലെയുള്ള പാവം പയ്യന്മാർ എങ്ങനെയാ മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? അവൻ കണ്ണിറക്കിക്കൊണ്ട് തുടർന്നു അവളെ ഫ്ലോട്ടിങ് ചെയ്യാൻ. നോട്ടവും സംസാരവും ചിരിയുമെല്ലാം നിങ്ങളുടേതല്ലേ മാഡം. ഞങ്ങളെ വെറുതെ കേട്ടു നിൽക്കാൻ ഒരാഗ്രഹം മാത്രം. അയ്യോ, ഈ ചെക്കൻ്റെ ഒരു കാര്യം. ചിരിച്ചുകൊണ്ട് രേവതി അവൻ്റെ തലയിൽ വാത്സല്യത്തോടെ ഒന്ന് കൊട്ടി. മതി, ഇനി സുരക്ഷിതമായി നീ വീട്ടിലേക്ക് എത്തണം. ഉത്തരവ് പോലെ. വീട്ടിലെത്തിയിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കാൻ മറക്കരുത് നീ. അത്രയും കെയറുണ്ടോ എന്നോട്? വായടച്ച് പോകുന്നുണ്ടോ നീ? അതോ ഇനിയും ഡയലോഗ് ബാക്കിയുണ്ടോ നിന്റെ കയ്യിൽ? ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ഇരുവരും ഒരുമിച്ച് ചിരിച്ചു. തോളിലുണ്ടായിരുന്ന ബാഗ് ഒന്ന് നേരെയിട്ട് ഒരിക്കൽ കൂടി കൈ വീശിക്കൊണ്ട് രേവതി വീടിനുള്ളിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും പിന്നിൽ നിന്ന് കേട്ടു ഗംഭീര ശബ്ദം കേട്ടു അവൾ. രേവതി. ആ ശബ്ദം കേട്ടതും അവളുടെ കാലുകൾ അവിടെ തന്നെ നിശ്ചലമായി. തിരിഞ്ഞു നോക്കിയതും സോഫയിൽ കാലിന്മേൽ കയറ്റി ഇരിക്കുന്ന അജയനെ കണ്ടു അവൾ. അജയ്, എപ്പോഴാ വന്നേ? മുഖത്തൊരു പുഞ്ചിരിയോടെ ചോദിച്ച അവളുടെ അജയ് കൈ നീട്ടി തടഞ്ഞു. അവൻ്റെ മുഖം അസാധാരണമായി ഗൗരവത്തിലായിരുന്നു. ആരാണവൻ? രേവതി ഒന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആര്? ഇപ്പോൾ നിന്നെ ബൈക്കിൽ കൊണ്ടുവന്നവൻ. ഒരു നിമിഷം നിർത്തി അവൻ വീണ്ടും ചോദിച്ചു. മറന്നോ? രേവതി ശാന്തമായി അജയെ നോക്കി. എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തു പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അജയനോട്. അലക്ഷ്യമായി മറുപടി പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അജയുടെ ശബ്ദം അവളെ വീണ്ടും തടഞ്ഞു നിർത്തി. എൻ്റെ കൂടെ കഴിഞ്ഞ് മടുത്തതുകൊണ്ടാണോടി നീ അവനെ വിളിച്ചത്? രേവതി പതിയെ അവനെ തിരിഞ്ഞു നോക്കി. പറയടി, അവനുമായി എന്താ നിനക്കുള്ള ബന്ധം? അജയുടെ കണ്ണുകൾ സംശയവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. അജയ്. അമ്പരപ്പോടെ വിളിച്ച് രേവതി അതേ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. ഞാൻ വന്നിട്ട് എത്ര നേരമായെന്ന് നിനക്കറിയാമോ? ഒരു നിമിഷം പോലും നിർത്താതെ അവൻ വീണ്ടും തുടർന്നു. നിന്റെ സ്ഥാനത്ത് നീലിമയായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലെത്തിയ ഉടനെ ചൂട് കാപ്പി ഇട്ടു തരും. ഭക്ഷണം തയ്യാറായി വെക്കും. പക്ഷെ നീ നിന്റെ ഇഷ്ടത്തിന് പോകുന്നു, വരുന്നു. ഇത് നിന്റെ സ്വന്തം വീടാണെന്നാണോ നിന്റെ വിചാരം? അതോ ഇത് ലോഡ്ജോ? ഷോ? ആ വാക്കുകൾ കേട്ടതും രേവതിയുടെ മുഖം വലിഞ്ഞു മുറുകി. അജയ്. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെ ജോലിക്ക് പോകുന്ന ഒരാളാണ്. അവൾ ഒരു നിമിഷം നിർത്തി. ആ നീലിമ വീട്ടിലിരുന്ന ആളായിരുന്നു. ഞാൻ അങ്ങനെയല്ല. അത് എപ്പോഴും നിനക്ക് ഓർമ്മ വേണം. അജയ് അവളെ തുറച്ചു നോക്കി. വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഒരു തെറ്റുപോലും വരാതെ ജോലി തീർക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞെങ്കിലും ശബ്ദം പതറിയില്ല അവളുടെ. ഓഫീസിലെ സമ്മർദ്ദം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എനിക്കും ഒന്ന് വിശ്രമിക്കണം അജയ്. അതുകൊണ്ട് ഞാൻ നിന്റെ ഭാര്യ അല്ലാതെയാകില്ല. അജയ് പുച്ഛത്തോടെ ചിരിച്ചു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇനി മുതൽ നീ ജോലിക്ക് പോകേണ്ട. അത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. രേവതി ഞെട്ടലോടെ അവനെ നോക്കി. എന്തേ അജയ് ഇത്? അവളുടെ ശബ്ദത്തിൽ അവിശ്വാസം നിറഞ്ഞു. ആ നീലിമയെ പോലെ എന്നെയും വീട്ടിൽ അടച്ചിടാമെന്നാണോ നീ കരുതുന്നത്? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി.
ആ ചിന്ത നീ മനസ്സിൽ പോലും വിചാരിക്കേണ്ട. അവളുടെ ഓരോ വാക്കും ഉറച്ചതായിരുന്നു. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ആർക്കും ഒരു അവകാശമില്ല. ഒരു നിമിഷം നിർത്തി അവൾ വീണ്ടും പറഞ്ഞു, നീലിമയെ പോലെ എന്നും കാണാമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ രേവതിയാ. അജയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. രേവതി, എന്നെ എതിർത്ത് സംസാരിക്കുന്ന ശീലം നിർത്തിക്കോണം നീ. ഭീഷണി കലർന്ന ശബ്ദം കേട്ടതും ഒരു നിമിഷം അവളുടെ ഹൃദയം വിറച്ചെങ്കിലും മുഖത്തതൊന്നും പ്രകടമായില്ല. അവളുടെ മനസ്സിലൂടെ ഒരേയൊരു ചിന്ത മാത്രമാണ് കടന്നുപോയത്. വാ എന്ന് പറഞ്ഞാൽ വരാനും പോ എന്ന് പറഞ്ഞാൽ പോകാനും ഭാര്യ എന്തോ അയാൾ വളർത്തുന്ന ഒരു വളർത്തുമൃഗമാണോ? ആ ചിന്ത തന്നെ അവളുടെ ഉള്ളിൽ തീ പോലെ ആളിക്കത്തി. ഇതുപോലെ മനോഭാവമാണ് പല സ്ത്രീകളെയും ജീവിതം തകർക്കുന്നതും. പുരുഷനാണ് തീരുമാനിക്കേണ്ടത്, സ്ത്രീ അനുസരിക്കണം. അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എല്ലാം മറന്ന് മറ്റൊരാളെ ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കണം. എപ്പോഴും പല വീടുകളും പറയാതെ പറയുന്ന നിയമം അതാണ്. പക്ഷെ ഒരു സ്ത്രീ എന്നത് ആരുടെയെങ്കിലും കളിപ്പാവയല്ല. അവൾക്കും സ്വന്തമായ ചിന്തകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, ജീവിത ലക്ഷ്യങ്ങളുമുണ്ട്. അതൊന്നും ഇല്ലാതാക്കി കുടുംബം എന്ന പേരിൽ അവളെ കൂട്ടിനുള്ളിൽ അടച്ചിടാൻ ഒരു മനുഷ്യനും അവകാശമില്ല. സ്നേഹം എന്നത് നിയന്ത്രണമല്ല, ബഹുമാനമാണ്. ബന്ധം എന്നത് അധികാരമല്ല, പരസ്പരം മനസ്സിലാക്കലാണ്. തുല്യതയും വിശ്വാസവും ബഹുമാനവും ഉള്ളിടത്താണ് ഒരു കുടുംബം യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ നിലനിൽക്കുക. അത് മനസ്സിലാക്കാതെ പുരുഷാധിപത്യം തന്നെയാണ് സ്നേഹമെന്ന് ഇന്ന് വിശ്വസിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. സ്വന്തം കൈകൊണ്ട് തന്നെ അവരുടെ ബന്ധങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണവർ. വേഗത്തിൽ നടന്നു വന്ന ജഗന്റെ ചുവടുകൾ പതിയെ മന്ദഗതിയിലായി. മുഖം വല്ലാതെ വാടിയിരുന്നു. എപ്പോഴും ഉറച്ച തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകുന്ന ആ മനുഷ്യന്റെ കണ്ണുകൾ ഇന്ന് നിറഞ്ഞു നിന്നത് അടക്കിപ്പിടിച്ച ദേഷ്യവും വേദനയും മാത്രം. ക്യാബിനുള്ളിലേക്ക് കയറിയതും കസേരയിലേക്ക് തളർന്നിരുന്നു അവൻ. മേശപ്പുറത്തിരുന്ന ഫയലുകളിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഒരു നോട്ടം പോലും പോകാതെ കണ്ണുകൾ മുറുകെ അടച്ചു. എന്നാൽ കണ്ണുകൾ അടച്ച നിമിഷം തന്നെ ഇന്നലെ കേട്ട ഓരോ വാക്കും വീണ്ടും അവൻ്റെ കാതുകൾ മുഴങ്ങിത്തുടങ്ങി. ഇവനൊരു കാട്ടാളൻ, അവളൊരു യക്ഷിയും. സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തുന്നവർ. ആ രണ്ടു പേർക്കുമിടയിൽ ആ കുഞ്ഞ് എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഓർക്കുമ്പോൾ തന്നെ സങ്കടമാക്കുന്നു. നീലിമയും രജനിയുടെയും വാക്കുകൾ ഹൃദയത്തിൽ മൂർച്ചയുള്ളതുപോലെ കുത്തിയിറക്കുന്നത് പോലെ തോന്നി. അതിനേക്കാൾ അവനെ തളർത്തിയത് നീലിമ അതൊന്നും നിഷേധിച്ചില്ല എന്നതായിരുന്നു. മറിച്ച് തൻ്റെ മുന്നിൽ നടന്ന ഓരോ സംഭവം, അനിതയുമായുള്ള വാക്കുതർക്കവും തീയെക്കുറിച്ചുള്ള കാര്യങ്ങളുമെല്ലാം അവൾ രജനിയോട് വിശദമായി പറഞ്ഞു കൊടുത്തിരുന്നു. ഓരോ വാക്കും കേൾക്കുന്തോറും ജഗന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. കൈകളറിയാതെ മുഷ്ടി ചുരുട്ടി, കണ്ണുകൾ രക്തവർണ്ണമായി. ഒരു നിമിഷം പോലും അവളുടെ വീട്ടിൻ്റെ പടിക്കൽ നിൽക്കാതെ അവൻ പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. പക്ഷെ ആ വാക്കുകൾ മാത്രം അവൻ്റെ മനസ്സിൽ മായാൻ തയ്യാറായില്ല. വീണ്ടും വീണ്ടും അതേ ശബ്ദം കാതുകൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. കാട്ടാളൻ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീലിമ. നീ പറഞ്ഞ ഓരോ വാക്കും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവൻ കൈകൾ മുഷ്ടി ചുരുട്ടി. മേ ഐ കം ഇൻ ബോസ്? വാതിൽ മുട്ടിക്കൊണ്ട് അകത്തേക്ക് നോക്കിയ സായന്തിൻ്റെ ശബ്ദം കേട്ടതും പഴയ ഓർമ്മകളിൽ നിന്ന് ജഗൻ സ്വയം ബലമായി പുറത്തേക്ക് വന്നു. കം ഇൻ. ഉള്ളിലേക്ക് കയറി സായൻ ജഗന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. എന്തോ അസ്വാഭാവികത അവന് തോന്നിയെങ്കിലും ഒന്നും ചോദിച്ചില്ല. കമ്പ്യൂട്ടർ ഓൺ ചെയ്തുകൊണ്ട് ജഗൻ പതിവ് പോലെ ജോലിയിലേക്ക് ശ്രദ്ധിച്ചു. ആ സായന്ത്, നീയോ? ഇവന്റിൻ്റെ ജോലി എങ്ങനെയുണ്ടടാ? മറുപടിക്ക് കാത്തു നിൽക്കാതെ അടുത്ത ചോദ്യം. നമ്മുടെ പുതിയ ഡിസൈനുകൾ റെഡിയായോ? വീണ്ടും ഒരിടവേള പോലും നൽകാതെ ജഗൻ ചോദിച്ചു. പ്രൊഡക്ഷൻ ടീം എന്താ പറയുന്നത്? തുടർച്ചയായ ചോദ്യങ്ങൾ ഉയർന്നതോടെ സായന്ത് ഒരു നിമിഷം വാക്കുകൾ തേടി. എടാ അത്... അവൻ മടിച്ചുകൊണ്ട് തല കുനിച്ചു. ജഗന്റെ വിരലുകൾ കീബോർഡിന് മുകളിൽ നിശ്ചലമായി. പതിയെ തലയുയർത്തി സായന്തിനെ നോക്കി. സായന്ത്. ആ ശബ്ദം പതിവ് പോലെ ശാന്തമായിരുന്നു. അതിനുള്ള കാഠിന്യം വ്യക്തമായിരുന്നു. പറയാൻ വന്ന കാര്യം പറയാതെ എൻ്റെ സമയം നിങ്ങളുടെ സമയം പാഴാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലെന്ന് നിനക്കറിയുന്ന കാര്യമല്ലേ? ബോസ്, നമ്മുടെ പുതിയ ഡിസൈനുകളെല്ലാം ലീക്കായിപ്പോയി. കീബോർഡിന് മുകളിലൂടെ ചലിച്ചു കൊണ്ടിരുന്ന ജഗന്റെ വിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി. ഉടൻ തന്നെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. ഇന്ന് വൈകുന്നേരം അജയ് ഗാർമെന്റ് നടത്തുന്ന ഷോയിൽ മുഴുവൻ നമ്മുടെ ഡിസൈനുകളാണ് കോപ്പി ചെയ്ത് അവതരിപ്പിക്കുന്നത്. ആ വാക്കുകൾ കേട്ട നിമിഷം ജഗന്റെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ തീപ്പൊരി പടർന്നു. എന്താ നീ പറഞ്ഞത്? പതറ ശബ്ദത്തിലല്ല, അടക്കി പിടിച്ച കോപത്തിൽ ഓരോ വാക്കും പല്ലുകൾക്കിടയിലൂടെ പുറത്തേക്ക് വന്നു. സായൻ തല കുനിച്ചു. സോറി ബോസ്, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എല്ലാ ഡിസൈനുകളും അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരുന്നത് തന്നെ. ടീമിന് പുറത്തേക്ക് ഒരു വിവരവും പോകാൻ അവസരവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെ? അതാണ് മനസ്സിലാകാത്തത്.
ജഗൻ കസേരയിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. സ്റ്റോപ്പ് ഇറ്റ് സായൻ. അവൻ്റെ ശബ്ദം മുഴുവൻ ഓഫീസിനെ നിശബ്ദമാക്കാൻ പോന്നതായിരുന്നു. സ്കൂൾ കുട്ടിയെപ്പോലെ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കേണ്ട നീ. ഒരു നിമിഷം നിർത്തി തീക്ഷ്ണമായ നോട്ടം അവനിലേക്ക് പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഈ പ്രൊജക്റ്റിൻ്റെ ഇൻചാർജ് ആരായിരുന്നു? സായന്തിൻ്റെ ചുണ്ടുകൾ വിറച്ചു. ഞാനാണ് ബോസ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. ജഗൻ്റെ ശബ്ദത്തിൽ കാഠിന്യം കൂടിക്കൊണ്ടേയിരുന്നു. എൻ്റെ കമ്പനിയിൽ അറിയില്ല എന്ന വാക്കിന് ഒരു വിലയുമില്ല. എനിക്ക് വേണ്ടത് കാരണമല്ല, ആരാണിത് ചെയ്തത് എന്ന ഉത്തരമാണ്.